കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ മഹാഭാഗവതം 6-ാം സ്കന്ധത്തിൽ നാരായണനാമ മഹിമയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. നാരായണനാമ മഹത്വം, നാരായണനാമത്തിൻ്റെ മഹത്വം എണ്ണിയാലൊടുങ്ങാത്തതാണ്. അത് ലോകത്തെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഉതകുന്നതാണ്. നിരവധിയായ പാപങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓരോ ദിനവും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞ് ചെയ്യുന്നതാണെങ്കിലും അറിയാതെ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നാരായണ എന്ന് അറിയാതെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ സകല പാപങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ മോചിപ്പിച്ച് ആ വിഷ്ണുപാദത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. നാരായണ പരിപാലയാമാം ബഹുഘോര മഹാപാതകനിവഹാൽ എന്ന് പറയുന്നു. അതായത് മഹാപാപം നിറഞ്ഞ ഈ സമൂഹത്തിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കുവാനായിട്ട് നാരായണനാമം മാത്രം മതി. സകലത്തിലും ഭഗവാനെ മാത്രം ദർശിച്ച് സകല ജീവജാലങ്ങളിലും ജീവനുള്ളവയിലും ജീവനില്ലാത്തവയിലും സകലത്തിലും കുടികൊള്ളുന്ന ആ ചൈതന്യ സ്വരൂപമാണെന്ന് കരുതുകയാണെങ്കിൽ, അങ്ങനെ കരുതി ഭഗവാനെ ഉപാസിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളുടെ ആ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതാണ്. നാരായണമഖിലമിതം നാരായണമയമഖിലമിതം ജഗദാരണസാരാന്തമുപാസേ നാരായണ പദയുഗളം ദിനമനു നേരേ നേരേ കാണീ നിഖിലേ. അതായത് നമ്മൾ നാരായണൻ്റെ പാദങ്ങൾ ഏതു നേരവും ഭഗവാന്റെ ആ തൃപ്പാദങ്ങൾ സകലർക്കും മോക്ഷം നൽകുന്ന, സകലർക്കും സർവാനുഗ്രഹങ്ങളും നൽകുന്ന ആ തൃപ്പാദങ്ങളെ സകല നേരവും മനസ്സിൽ ധ്യാനിക്കുകയാണെങ്കിൽ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ തൃപ്പാദങ്ങളുടെ ഓർമ്മയിൽ ചെയ്യുകയാണെങ്കിൽ ഭഗവാന് നമ്മൾക്ക് സകല മംഗളങ്ങളും നൽകുമെന്ന് പറയുന്നു. കാണുന്നതിലെല്ലാം ഭഗവാനെ ദർശിക്കാൻ സാധിക്കണം. കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ തിരുനാമം ആയിത്തീരണം. നാരായണ തിരുനാമാമൃതരസം ഓരോ വിധമുപകൃതരസനെ. നാവിനോട് പറയുകയാണ്, ഭഗവാന്റെ തിരുനാമാമൃതം നീ സദാ ഉച്ചരിച്ചാലും നാരായണ ചരിതാനന്ദാമൃതം ഓരോന്നിവ ശൃണു നിനദഗൃഹേ. കേൾക്കുന്നതൊക്കെയും ഭഗവാന്റെ നാമമാഹാത്മ്യമായിരിക്കണം, ഭഗവാനെ സ്തുതിക്കുന്നതാവണം, ഭഗവാനെക്കുറിച്ചുള്ള കഥകളാവണം, ഭഗവാന്റെ മഹത്വമേറിയ ചരിതങ്ങളും ശ്രവിക്കാനാവണം നമ്മളുടെ കാതുകൾ ഉപയോഗിക്കേണ്ടത്. ഭഗവാന്റെ പൂജ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മളുടെ കരങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനുള്ള പൂജയാകണം. ആ പ്രവൃത്തികൾ എന്ത് തന്നെയായാലും, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലികളാണെങ്കിലും നമ്മളുടെ കർമ്മമേഖലയിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലികളാണെങ്കിലും അതൊക്കെയും ഭഗവാന് ചെയ്യുന്ന പൂജയായിട്ട് അർപ്പണബോധത്തോടുകൂടി ചെയ്യുക. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂജയായി ഭവിച്ചുകൊള്ളും. നാരായണ നിലയങ്ങൾ വലം ചെയ്യുക ആരൂഢാദര മിഹ മമ പദമേ. കാലുകൾ ഭഗവാന്റെ നാരായണൻ്റെ മന്ദിരങ്ങൾ സന്ദർശിക്കുവാനാകണമെന്നാണ് പറയുന്നത്. ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് സായുജ്യമടയുവാനാവണം നമ്മളുടെ കാലുകളുടെ യാത്ര. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലും അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഭഗവാന്റെ നാമം ഓർക്കുക, ഭഗവാനെ സദാ സ്മരിക്കുക. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴൊക്കെയും ചിന്തിക്കുക, ഞാനിത് ചെയ്യുന്നു, ഇത് ഭഗവാന്റെ ഭഗവാന് വലം വയ്ക്കുകയാണ് ഞാൻ. എൻ്റെ പാദങ്ങൾ വൈകുണ്ഠത്തിൽ ഭഗവാനെ അനന്തശായിയായി പള്ളി കൊള്ളുന്ന ആ നാരായണന് ഞാൻ വലം വയ്ക്കുകയാണ്. ഈ ലോകം മുഴുവനും ഭഗവാനാണ്. ലോകത്തിലെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നതും ഭഗവാനാണ്. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന ഓരോ പദങ്ങളും ഇത് ഭഗവാനുള്ള പ്രദക്ഷിണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളുടെ വഴികളൊന്നും തെറ്റില്ല, നമ്മളുടെ മാർഗങ്ങളിലൊന്നും വിഘ്നങ്ങൾ ഉണ്ടാവില്ല. എപ്പോഴും സദാ ഭഗവാന്റെ ആ കരതലം നമുക്ക് മേലെ ഉണ്ടായിരിക്കും. നാരായണ ബഹുലീലാകൃതികളെ വാരം വാരം നിനമനമേനി. മനസ്സിനോട് പറയുകയാണ്, ഭഗവാന്റെ ലീലകൾ, ഭഗവാൻ വൃന്ദാവനത്തിലാടിയ ലീലകൾ
അതല്ലാതെ അവതാരങ്ങളെടുത്ത് ഭഗവാന് എത്രയോ അവതാരങ്ങളെടുത്തു ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ആ ലീലകളൊക്കെയും കേട്ട്, എപ്പോഴും കേട്ട്, കൂടെ കൂടെ കേട്ട് കേട്ട് നിൻ്റെ മനസ്സ് നിറയ്ക്കാനാണ് പറയുന്നത്. അതായത് സദാ എപ്പോഴും നാരായണ സ്മൃതിയിൽ ജീവിക്കാനാകണം എന്നാണ് പറയുന്നത്. ഏറ്റവും ചൈതന്യമാർന്ന, ഏറ്റവും അഴകാർന്ന ആ നാരായണനാകുന്ന ആ പരമാനന്ദാമൃതത്തിൽ മുഴുകി സദാ നമ്മൾ ജീവിക്കുക. ആ ഭഗവാന് നമസ്കാരം അർപ്പിക്കുക. നാരായണ തിരുനാമ ജപത്തിനുൾത്താരിൽ മടിച്ചുപോകായി ഒരു നേരവും. നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല എന്ന് ഭഗവാനെ നാമം ജപിക്കുന്നതിന്. അത് എവിടെയാണെങ്കിലും, ഏത് ജനസമൂഹത്തിൻ്റെ ഇടയിലാണെങ്കിലും നാണം കൂടാതെ ഭഗവാന്റെ നാമം ഉച്ചത്തിൽ വിളിക്കാനായിട്ട്, നാരായണ എന്ന് വിളിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മടി കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പാരിൽ നരജനനാവകാശം വന്നാൽ നാരായണ ജപം നല്ലതു നിർണയം. അതായത് മനുഷ്യനായിട്ട് ജനിച്ചാൽ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം ഭൂമിയിൽ കിട്ടുന്നത്. അപ്പം ആ മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ അത് നാരായണ നാമം ജപിച്ച് നമുക്ക് വീണ്ടും ഒരു ജന്മമെടുത്ത് ഈ കർമ്മ പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഉഴലാതെ ഭഗവാന്റെ നാമം സദാ ജപിച്ച്, നാരായണ നാമം ജപിച്ച് മോക്ഷപദം ലഭിക്കുവാനായിട്ട് ഏറ്റവും ഉത്തമമായ ജന്മമാണ് മനുഷ്യജന്മം. അപ്പോൾ മനുഷ്യജന്മമെടുത്ത ഏതൊരാളും ഭഗവാന്റെ നാമം ജപിച്ച് മോക്ഷം പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അത് പ്രായമോ സാഹചര്യങ്ങളോ ഒന്നും അതിന് ബാധകമല്ല. എപ്പോഴും സദാ നാരായണ നാമം ജപിക്കുക. നാരികളും നരന്മാരും വയോധികന്മാരും ബഹുകൃശ ബാലാദിസർവരും നാനാകൃതികളിലും മറവാത കണ്ടാനന്ദലീല സ്വയം ജ്യോതിരാത്മകം നാരായണസ്വാമി തന്നെ സ്മരിക്കയും പാരാതെ തച്ചരിത്രങ്ങൾ കീർത്തിക്കയും നേരെ വരേണ്ടതെപ്പോഴും അനുദിനം. അതായത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ പ്രായം ചെന്ന ആളുകളാകട്ടെ, അതായത് ചെറിയ കുഞ്ഞുങ്ങളാകട്ടെ, ആര് തന്നെയാണെങ്കിലും ഭഗവാന്റെ ചരിത്രങ്ങൾ കീർത്തിക്കുകയും അത് സദാ സ്മരിക്കുകയും ചെയ്യണം. എന്നും മുടങ്ങാതെ അത് ഭഗവാന്റെ നാമം ജപിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. ദാരുരൂപങ്ങളോടൊക്കുമതിൽപ്പരം നാരകഗാമികളായി വരുന്നു ചിരം. പാദഗൗഘങ്ങളറിഞ്ഞു പുനരറിയാതെയും ഓരോന്ന് ചെയ്തു പോമേവരും. വേദജപതീർത്ഥസ്നാനമഖയോഗമാദികൾ കൊണ്ടതു നീക്കരുതാർക്കുമേ. മരപ്പാവുകളെപ്പോലെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഈശ്വരൻ തന്ന ഒരു ജീവനാണ് അത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. പലവിധ നമ്മുടെ കർമ്മ പ്രാരാബ്ധങ്ങളനുസരിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നിരവധി പാപങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ആ പാപങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നരകം ലഭിക്കും. അത് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. അവസാനം നരകവർണ്ണനത്തിൽ പറയുന്നുണ്ട്. അവനവൻ്റെ കർമ്മഫലം അനുസരിച്ചുള്ള നരകജീവിതം, ആ ശിക്ഷ തീർച്ചയായും ഓരോരുത്തർക്കും ലഭിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള മോചനം നമ്മൾ വേദം ജപിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തീർത്ഥസ്നാനങ്ങൾ നടത്തിയതുകൊണ്ടോ മറ്റുള്ള യോഗങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് ഇതിൽ നിന്നൊന്നും മുക്തമാവാനായിട്ട് സാധിക്കുകയില്ല. പരമമായ മോക്ഷം ലഭിക്കുന്നത്, മുക്തി ലഭിക്കുന്നത് വിഷ്ണുപാദത്തിൽ മാത്രമാണ്. നമ്മൾ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ നാമം ഉച്ചരിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് എത്തുവാനായിട്ട് ഇപ്പോഴേ ശ്രമിക്കണം. അത് പ്രായവ്യത്യാസം നോക്കേണ്ട കാര്യമില്ല. ഇത്രയും നേരത്തെ ഭഗവാന്റെ നാമം ഉച്ചരിച്ച്, നാരായണ നാമം ഉച്ചരിച്ച് നമ്മൾ ഭഗവാനിലേക്ക് എത്തുവാനായിട്ട് സദാ ശ്രമിക്കേണ്ടതാണ്. മറ്റൊന്നും ഈ ലോകത്തെ ശാശ്വതമല്ല. ഭഗവാന്റെ തിരുനാമം ഉച്ചാരണം മാത്രമാണ് നമുക്ക് എന്നും എപ്പോഴും മരണസമയത്തും കൂട്ടായി ഉണ്ടാവുക. മറ്റൊന്നും നമ്മൾക്ക് കൂടെ ഉണ്ടാവില്ല. പാരരും വൻ ദുരിതങ്ങളകന്നുപോയി ദൂരവേ നിൽക്കിലേ സദ്ഗതിയും വരൂ. സദ്ഗതി വേണമെന്നാകിൽ ഹരിപദ ഭക്തി കൊണ്ടെന്നിയെ മറ്റൊന്നിനാൽ വര. പാരരും വൻ ദുരിതങ്ങളകന്നുപോയി ദൂരവേ നിൽക്കിലേ സദ്ഗതിയും വരൂ. സദ്ഗതി വേണമെന്നാകിൽ ഹരിപദ ഭക്തി കൊണ്ടെന്നിയെ മറ്റൊന്നിനാൽ വര.
ഹരിനാമോച്ചാരണം കൊണ്ട് മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. മറ്റേത് കുറുക്ക് വഴി തേടി നമ്മൾ പോയി നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഒരുപക്ഷെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ചിലപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും നമുക്കുണ്ടായി എന്ന് വരും. പക്ഷേ അതൊന്നും നമുക്ക് ജീവിത അവസാനം വരെ നമുക്കതൊരു കൂട്ടായിരിക്കുകയില്ല. ഭഗവാന്റെ നാമോച്ചാരണത്തിലൂടെ ഒരുപക്ഷെ താമസിച്ചേക്കാം പ്രാർത്ഥനയുടെ ഫലം. ഭഗവാന് പക്ഷേ അത് ഏത് സമയത്താണ് നമ്മളിലേക്ക് എത്തിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് നൽകേണ്ടത് ഭഗവാൻ അറിയാം. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടാത്തത്. എന്ത് നൽകിയാലാണ് നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുക, അതാണ് ഭഗവാൻ നോക്കുന്നത്. ഭഗവാൻ നമ്മളെയൊക്കെ ഭഗവാനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ തരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആ നാമം ചൊല്ലി നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ്. അവസാനം ഭഗവാൻ നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നുകൊള്ളും. സകല ഐശ്വര്യങ്ങളും ഭഗവാൻ തന്നെ തരും. അതിന് യാതൊരു വിഷമവും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ നമ്മളുടെ കർമ്മഫലമാണ്. അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ നാമോച്ചാരണം കൊണ്ട് അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ കഴിയും. അതായത് നമ്മളൊരു തീയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ കടന്നു പോയേ പറ്റൂ. അത് നമ്മളുടെ കർമ്മഫലമാണ്. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങളാവാം അങ്ങനെ വരുന്നത്. അപ്പോൾ ആ തീയിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റൂ. ആരാലും നമുക്കത് തടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ആ തീയിലൂടെ കടന്നു പോകാൻ ഭഗവാൻ നമ്മളെ സഹായിക്കും. ആ കരങ്ങൾ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. ഒരു തരി പൊള്ളലേൽക്കാതെ, ഒരു ചെറുമുറിവ് പോലും പറ്റാതെ, ഒരിത്തിരി വേദന പോലും ഉണ്ടാവാതെ ആ തീയിൽ നമ്മൾ കടന്നു പോകും. അവിടെയാണ് നമ്മൾ നമ്മളുടെ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഏത് കാഠിന്യമേറിയ ജീവിത പരീക്ഷണങ്ങളിലും നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഹരിപദ ഭക്തി കൊണ്ട് മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. അതായത് സദാ നേരവും നമുക്ക് ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാവണം. അതിനായിട്ട് ആ നാമോച്ചാരണം മാത്രമാണ് നമുക്കെപ്പോഴും ബലമായിട്ട് കൂടെ ഉണ്ടാവുക. സദാ നാരായണ നാമം ജപിക്കുക, സദാ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കുക. ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് പറയുന്നു. കാരണം അവനാണ് ഭഗവാനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. ഒരു ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ചു വളരുന്ന ഒരാൾക്ക് മാത്രമേ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ജനിച്ചിട്ടും അങ്ങനെ ഒരു ജന്മം ലഭിച്ചിട്ടും ഭഗവാന്റെ നാമം ഉച്ചരിച്ചില്ല എങ്കിൽ ആ ജന്മം പാഴല്ലേ, വൃഥാവിലായി പോവില്ലേ. അപ്പം അതുകൊണ്ട് സദാ ഭഗവാന്റെ നാമം, ഒരു മനുഷ്യജന്മം ലഭിച്ച നമ്മളൊക്കെയും സദാ ഭഗവാന്റെ നാമം, നാരായണ നാമം ഉച്ചരിക്കുക. പിന്നെ പറയുന്നു, പിന്നെ ഒട്ടേറെ നാളുണ്ടിരിപ്പെങ്കിലങ്ങ് അന്വഹം ചിന്ത ചെയ്തു വസിച്ചിടിലും സത്സംഗയോഗ്യനല്ലെന്നങ്ങിരിക്കിലും സത്സംഗയോഗ്യനെന്നായി വരുന്നാകിലും നിദ്രയായുള്ളതിൽ പാതികാലം വൃഥ, പാതികൊണ്ടുള്ളതിൽ 4 കാലവും പോതലീലാവശമായി കഴിയും ബലാൽ. യൗവനം വന്നു മുറ്റിയിടും പൊഴുതോരോ ദുർവിചാരങ്ങളുണ്ടായി വരും മായയാ. ലോകാർത്ഥ പുത്രകളത്ര ഭൃത്യാദിഭിരാകാംക്ഷകളിൽ ഭ്രമിച്ചു വാഴും ചിരം ഞാനെന്നു മൻപോടെനിക്കുള്ളതെന്നുമുള്ള ആനന്ദവേഗേന പോയിക്കഴിയും ബലാൽ. മാനം നടിച്ചു മറ്റുള്ളവരോടു നീ ഞാനെന്ന മത്സരാദി പ്രഭാവങ്ങളാൽ കാലവും യൗവനമായതെല്ലാം കഴിഞ്ഞാലെന്തു പിന്നെയങ്ങാവതയ്യോ ഹരേ. അതായത് ഒരു മനുഷ്യജന്മം കിട്ടി, നമ്മൾ ആ ജന്മത്തിൽ നമ്മുടെ ജീവിതത്തിലെ പകുതി ആയുസിൻ്റെ പകുതി സമയവും നമ്മൾ ഉറങ്ങിത്തീരുകയാണെന്നാണ് പറയുന്നത്. ആയുസിൻ്റെ പകുതിയിലേറെയും നമ്മൾ ഉറങ്ങിത്തീർക്കുകയാണ്. അത് കഴിഞ്ഞ് അതിനുള്ള 4/1 കാലം നമ്മൾ പലവിധ വിനോദങ്ങളിലേർപ്പെട്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലേർപ്പെട്ടും കഴിയുകയാണ്. യൗവനം വരും, നമ്മൾ കല്യാണം വിവാഹം കഴിക്കും, ഭാര്യ ഭർത്തൃ പുത്രികളെ ഉണ്ടാവും, അവരുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കും, അവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കും, ജോലി ചെയ്യും, സമ്പാദിക്കും, അങ്ങനെയെല്ലാം ചെയ്യും. അങ്ങനെ ആ കാലങ്ങളൊക്കെയും വളരെ വേഗം കഴിഞ്ഞു പോവും. പിന്നെ നമ്മൾ സമ്പാദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് മത്സരാദികൾ മനസ്സിൽ കരുതിയിട്ട് മറ്റുള്ള അഹങ്കാരങ്ങൾ നമുക്കുണ്ടാവും. അങ്ങനെ മറ്റുള്ളവനെ ദ്രോഹിക്കാൻ തോന്നും. അങ്ങനെ പലവിധ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും കഴിഞ്ഞു പോകും. ആ സമയങ്ങളിലൊന്നും നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നില്ല ആരും.
പിന്നെ നമ്മൾ സ്മരിക്കുന്നത് എപ്പോഴാണ്? വാർദ്ധക്യകാലത്ത് വ്യാധിതനായി ചമഞ്ഞാർത്തനായി ഒന്നിനും പ്രാപ്തനല്ലാതെയായി പൊയ്ക്കഴിയും ബലാലിങ്ങനെ കാലമങ്ങോർക്കിൽ ദുരിതങ്ങളാർജിച്ചു സന്തതം. പിന്നെ നമ്മൾ ഓർക്കുന്നത് വാർദ്ധക്യകാലത്താണ്. അപ്പോഴേക്കും നമുക്ക് നാമം ചൊല്ലാനുള്ള ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. പലവിധ അസുഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിക്കൊണ്ട് ഭഗവാനെ നേരാവണ്ണം ഒന്ന് വിളിക്കാൻ പോലും, ഭഗവാനെക്കുറിച്ചൊന്ന് കേൾക്കാൻ പോലും, ഒന്നറിയാൻ പോലും ഒന്നും നമുക്ക് സാധിക്കാത്ത ഒരു സമയമായിരിക്കും വാർദ്ധക്യകാലമെന്ന് പറയുന്നത്. അങ്ങനെയെല്ലാം ക്ഷണം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളുടെ ജീവിതം നഷ്ടമായി പോവും. ആ സമയങ്ങളെല്ലാം, നല്ല സമയങ്ങളൊക്കെയും കഴിഞ്ഞു പോകും. അപ്പോൾ ജീവിതത്തിൽ ആരോഗ്യമുള്ള ആ സമയമൊക്കെയും ഭഗവാന്റെ നാമം ഉച്ചരിക്കുവാനായിട്ട് സാധിക്കണം. വാർദ്ധക്യകാലത്തല്ല നാമം ചൊല്ലുവാനായിട്ട് തുടങ്ങേണ്ടത്. ഏറ്റവും നന്നേ ചെറുപ്പത്തിൽ തൊട്ട് നമ്മളുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെയും നാമം ചൊല്ലുവാനായിട്ട് ശീലിപ്പിക്കണം. ചെറുപ്പകാലം തുടങ്ങി ഉള്ള ആ ശീലം അവർക്ക് ഭാവിയിൽ ഒരു വലിയ സമ്പത്തായിട്ട് തീരാനായിട്ട് കഴിയും. ഇത് നാമം ഉച്ചാരണം മാത്രമാണ് ഏറ്റവും വലിയ വിലപ്പെട്ട സമ്പത്ത്. അത് ജീവിതത്തിൽ ആവശ്യമായ സമയത്ത് അവർക്കത് പ്രയോജനമായിട്ട് അവരുടെ ജീവിതത്തിലുടനീളം പ്രതിഫലിക്കും. സമ്പത്ത് സമ്പാദിച്ചു കൂട്ടുന്നത് അല്ല ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ സമ്പാദിക്കേണ്ടത് നാമത്തിൻ്റെ ബലമാണ്, ഭഗവാന്റെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ആ സ്നേഹം, ആ പ്രതിബദ്ധതയോടെ നമ്മളുടെ ജീവിതം കൊണ്ടുപോകലാണ് നമ്മൾ സമ്പാദിക്കേണ്ട സ്വത്തെന്ന് പറയുന്നത്. വേറെ ഒന്നും നമുക്ക് അന്ത്യകാലത്ത് കൂട്ടിനുണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. സാക്ഷാൽ മുകുന്ദനെ ധ്യാനിച്ചുകൊള്ളുക നാമാക്ഷരം ഭക്ത്യാ ജപിച്ചുകൊണ്ടന്വഹം മോക്ഷം തരും മോക്ഷദൻ ദുരിതങ്ങളെ നീക്കിക്കളഞ്ഞതിനുള്ളൊരു സംശയം. മുകുന്ദനെ സദാ ധ്യാനിച്ചു കൊള്ളുക, അവിടുത്തെ ആ നാമം ഭക്തിയാ സദാ ജപിക്കുക. ഭഗവാൻ നമുക്ക് മോക്ഷം തരും. അതായത് മുകുന്ദനാണ്. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മോക്ഷം നൽകുന്നവൻ എന്നാണ്. ആ ഭഗവാന് മാത്രമേ നമ്മളെ മോക്ഷത്തിലേക്ക് എത്തിക്കുവാനായിട്ട്, പരമമായ ആ മോക്ഷം ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഭഗവാന് മാത്രമേ നമ്മളെ എത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആ നാമം ഉച്ചരിക്കുക. സദാ നമ്മൾ ആ നാമം ഉച്ചരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ശുദ്ധമാകും. ക്രമേണ നമ്മളുടെ മനസ്സ് ശുദ്ധമാകും, നമ്മുടെ പ്രവർത്തികൾ ശുദ്ധമാകും, നമ്മുടെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ശുദ്ധമാകും. അപ്പോൾ അവിടെ ഭഗവാൻ ഉണ്ടാകും. നമ്മളുടെ ഉള്ളിൽ സദാ ഭഗവാൻ തെളിഞ്ഞ് വിളങ്ങും. ആ ഭഗവാൻ സദാ തെളിഞ്ഞ് വിളങ്ങുന്ന ആ ഇടത്തേക്ക് ഒരിക്കലും മറ്റൊരു പാപകർമ്മങ്ങളും വന്ന് ചേരുകയില്ല. നാരായണൻ തിരുനാമജപത്തിന് നേരായൊരു ഗതിയില്ലെളുതായതും പേരായിരമുള്ളവൻ തിരുനാമമൊന്നോരാതെ കണ്ടൊരു നേരമൊരു ദിനം താനൊന്നു ചൊല്ലിനാൻ എന്നു വരികിലും താനേ ദുരിതങ്ങൾ പോയകലും ക്ഷണാൽ. അതായത് ആ ആയിരക്കണക്കിന് കോടിക്കണക്കിന് നാമങ്ങൾ ഭഗവാനുണ്ട്. അതിലേതെങ്കിലും ഒരു നാമം, നിങ്ങൾക്ക് ഏത് നാമമാണോ ഇഷ്ടമുള്ളത് ആ ഒരു നാമം സദാ ജപിക്കുക എന്നാണ് പറയുന്നത്. അതിന് വേറെ മറ്റൊരെളുപ്പ വഴിയുമില്ല. ഭഗവാന്റെ നാമം ജപിക്കുക. അങ്ങനെ ജപിക്കുമ്പോൾ നമ്മളുടെ സകല ദുരിതങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേറെ ഒരു മറുപോംവഴിയുമില്ല. ഭഗവാന്റെ നാമം ജപിക്കുക, അതുമാത്രമാണ് നമുക്ക് മോക്ഷം തരുന്നതും നമ്മളുടെ ദുർഗതികളെ നമ്മിൽ നിന്നും അകറ്റിക്കളയുന്നതും ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നതിനും ഏക വഴി ഭഗവത് നാമം ഉച്ചരിക്കുക എന്നത് മാത്രമാണ്. അത് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സദാ ഭഗവാന്റെ നാമം ജപിക്കാം. നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നില്ല. എപ്പോഴും 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 ഏത് ജോലി ചെയ്യുമ്പോഴും ശുദ്ധാശുദ്ധമൊന്നും നോക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ ഒരു നാമം ഉച്ചരിക്കുന്നതിന്, നാരായണ എന്നുച്ചരിക്കുന്നതിന് യാതൊരു ശുദ്ധിയോ അശുദ്ധിയോ ഒന്നും ബാധകമല്ല. എപ്പോഴും സദാ ഏത് നേരവും ഭഗവാനെ നമുക്കെവിടെയും നമ്മുടെ ഉള്ളിൽ സദാ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുക. സൂര്യപ്രഭാത സമയേ തിമിരങ്ങളാര്യപ്രമാണേന നീങ്ങി നിൽക്കും വണ്ണം ഘോരമഹാപാപമെല്ലാം അകന്നുപോമാരുമൊന്നീശലിച്ചിടായ് വിനേതുമേ. നിങ്ങളാരും സംശയിക്കേ വേണ്ട എന്നാണ് പറയുന്നത്. ഒരു സംശയവും വേണ്ട.
സൂര്യൻ കിഴക്കുദിച്ചുയരുമ്പോൾ എങ്ങനെയാണോ ഭൂമിയിലെ ഇരുട്ട് അകന്നുപോയി ഭൂമി നിറയെ പ്രകാശമാനമാകുന്നത്, അതേപോലെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ജന്മങ്ങളായി ചെയ്തു വന്ന ആ ഘോരമായ മഹാപാപങ്ങളൊക്കെ നമുക്കറിയില്ല നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം നീക്കി നമ്മൾക്ക് സദ്ഗതി തരുവാനായിട്ട് ആ നാമോച്ചാരണം മാത്രം മതി എന്നാണ് പറയുന്നത്. അതായത് ജപിക്കും തോറും നമ്മളുടെ ഉള്ളിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ ആ പരമാത്മ ചൈതന്യ സ്വരൂപനായ ശ്രീ ഭഗവാൻ ശ്രീമൻ നാരായണൻ ശ്രീ ഗുരുവായൂരപ്പൻ തെളിഞ്ഞ് വിളങ്ങിക്കൊണ്ടേയിരിക്കും. സകല പാപങ്ങളും സകല കർമ്മദോഷങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകും എന്നാണ് പറയുന്നത്. നാരായണൻ തിരുനാമ മാഹാത്മ്യങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല എന്നാണ് പറയുന്നത്. നാരായണൻ തിരുനാമ മാഹാത്മ്യങ്ങൾ നേരെ പറക നീ ശാരിക പൈതലേ, നേരെ പറവാനറിയരുതെങ്കിലും പാരാതെ ചൊല്ലാം അറിഞ്ഞതൊട്ടൊട്ടു ഞാൻ. പോഷണമാറാം അതുകൊണ്ടു കേവലം പോഷണമെന്നു ഭഗവദനുഗ്രഹം. പാപങ്ങളെല്ലാം ഭഗവദനുഗ്രഹ വേർപതിഞ്ഞാൽ നീങ്ങുമില്ലൊരു സംശയം. ഭഗവാന്റെ ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ ആ നോട്ടമൊന്ന് ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ സകല പാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരും എന്നാണ്. ആ നോട്ടം എത്തിക്കിട്ടണം, ഭഗവാന്റെ ആ ശ്രദ്ധ നമ്മളിലേക്കൊന്ന് എത്തിക്കിട്ടണം. അത് നിസ്സാരമല്ല, വേഗത്തിലും അത് കിട്ടില്ല. സദാ ഭഗവാന്റെ സ്മരണ കൊണ്ട് മാത്രമേ നമുക്കത് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളും ഭഗവാനുള്ള പൂജയായി തീരണം. നമ്മൾ പറയുന്ന സകല വാക്കുകളും ഭഗവാന്റെ നാമമായി തീരണം. നമ്മൾ എല്ലാം ജീവിതത്തിൽ ഉടനീളം ഓരോ കാര്യവും ഓരോ നിമിഷത്തിലും ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന സദാ ആ ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെയും മാറി ഭഗവാന്റെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും സദാ നാരായണ നാമം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. നാരായണ 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 ഇങ്ങനെ സ്നേഹത്തോടെ ഭഗവാനെ വിളിക്കുക. വെറുതെ നാരായണ 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 എന്ന് പറയുമ്പോഴും അതിനും ഫലമുണ്ട്. പക്ഷേ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും ഉള്ളിൽ തട്ടി ഭഗവാനെ വിളിക്കുക. നാരായണ, നിങ്ങളെങ്ങനെയാണോ ഭഗവാനെ കാണുന്നത്, ചിലപ്പോൾ ഒരു ഉണ്ണിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുവായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭുവായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കമിതാവായിട്ടായിരിക്കാം ഭഗവാനെ കാണുന്നത്. കാണുന്ന ഭാവത്തിൽ എന്തുമായിക്കോട്ടെ ഭഗവാനെ നാരായണ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ കഴിയണം. നാരായണ 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 എന്ന് സ്നേഹത്തോടെ ഭഗവാനെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ അനുഗ്രഹം ഭഗവാൻ എല്ലാവരിലേക്കും എത്തിക്കട്ടെ. ഹരേ നാരായണ, ഹരേ ഗുരുവായൂരപ്പ, ഹരേ നമ, ശ്രീ ഹരേ നമ, ശ്രീ ഹരേ നമ.